നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തീവ്രമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. അടുത്ത മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട്, വാഹനങ്ങളിലെ കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാനും അധികൃതർ അറിയിച്ചു. താഴ്ന്ന പ്രദേശങ്ങളും നദീതീരങ്ങളിലും വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം, അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം. വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി സുരക്ഷിത മേഖലകളിലേക്ക് തുടരണമെന്നും പൊതുജനങ്ങളോട് അധികൃതർ ആവശ്യപ്പെട്ടു. കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അതിനിടെ മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ഇല്ലിക്കലിൽ വിദ്യാർത്ഥികൾക്ക് ഇടിമിന്നലേറ്റു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. മഴയില്ലാതെ തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ടായിരുന്ന സമയത്താണ് ഇടിമിന്നൽ ഉണ്ടായത്. പ്രദേശത്ത് സ്ഥാപിച്ച കൈവരികളിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ. ബോധക്ഷയമുണ്ടായ ഇരുവരെയും സ്ഥലത്തുണ്ടായിരുന്ന DDPC ജീവനക്കാർ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമുള്ളതിനാൽ ഇന്ന് കോട്ടയം ജില്ലയുടെ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇല്ലിക്കൽ കല്ല്, ഇലവീഴ, പൂഞ്ചിറ എന്നിവിടങ്ങളിലേക്കുള്ള സഞ്ചാരികളെ പ്രവേശനം ജില്ലാ കളക്ടർ നിരോധിച്ചിട്ടുണ്ട്. അതിനിടെ മേഘവിസ്ഫോടനവും തീവ്രമഴയും പെയ്തിട്ടും കേരളത്തിൽ മഴക്കുറവ് തുടരുന്നു. വടക്കൻ ജില്ലയിൽ ഉൾപ്പെടെ ഇന്നും ശക്തമായ മഴയ്ക്കാണ് സാധ്യത. മഹാരാഷ്ട്ര തീരം മുതൽ മധ്യകേരള തീരം വരെ നീണ്ടു നിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തി വടക്കൻ ജില്ലകളിലും കർണാടകയുടെ തീരപ്രദേശങ്ങളിലും കൊങ്കൺ മേഖലയിലും ഇന്നും മഴ ശക്തിപ്പെടുത്തും. ഇന്നലെയും കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചിരുന്നു. ഗോവയ്ക്ക് സമീപം നിലനിന്നിരുന്ന അപ്പർ എയർ സർക്കുലേഷൻ കാരണം കേരളത്തിലേക്ക് കൂടുതൽ മൺസൂൺ കാറ്റ് കേന്ദ്രീകരിക്കപ്പെട്ടതാണ് മഴയ്ക്ക് കാരണം. എന്നാൽ ഇന്ന് ഈ സർക്കുലേഷൻ ഏറെക്കുറെ ദുർബലമായി. സൗരരാഷ്ട്ര മേഖലയിൽ ഒരു ചക്രവാത ചുഴി അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഉയരത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം മഹാരാഷ്ട്ര, കേരള തീരത്തേക്കുള്ള ന്യൂനമർദ്ദ പാത്തിയും അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന ഉയരങ്ങളിൽ കാലവർഷക്കാറ്റിന്റെ സ്വാധീനം മെച്ചപ്പെട്ടു വരികയാണ്. ഈ കാരണങ്ങളാൽ മലപ്പുറത്തിന് വടക്കോട്ടുള്ള ജില്ലകളിലും തീരദേശ കർണാടകയിലും കൊങ്കൺ മേഖലയിലും മഴ ഇന്നും കനത്തു പെയ്യും. കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് മഴ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.